ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പ്രിങ്കിൾസിൻ്റെ ടിന്ന് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ക്രാഫ്റ്റാണ്. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രിങ്കിൾസിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ പ്രിങ്കിൾസിൻ്റെ ടിന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എഗ്ഷെൽസ് ആണ്. അപ്പോൾ ഈ എഗ്ഷെൽസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഓരോ എഗ്ഷെൽസും ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ പീസും അല്ല, അധികം ചെറുതും അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ എഗ്ഷെൽസൊക്കെ ഇങ്ങനെ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ അടുത്തിട്ട് ഒട്ടിക്കരുത്, അതുപോലെ തന്നെ ഭയങ്കര ഗ്യാപ്പുള്ള രീതിയിൽ ഒട്ടിക്കരുത്. അപ്പോൾ അല്ലാതെ ഇങ്ങനെ കുറച്ചിങ്ങനെ വിട്ട് നമ്മൾ ഓരോ എഗ്ഷെൽസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വലിയൊരു എഗ്ഷെല്ലിൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സേഫ്റ്റി പിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നീക്കി അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗത്തൊക്കെ എക്സ്ട്രാസ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രിങ്കിൾസിൻ്റെ ടിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ എക്സ്ട്രാസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു ടൈം എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്ട്രാസ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇനാമൽ പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനാമൽ പെയിൻറ്റിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പം നമ്മളുടെ ബോട്ടിലിപ്പം ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അല്ലേ? പുറത്തിങ്ങനെ ആ ഒരു എഗ്ഷെല്ലൊക്കെ ഒട്ടിച്ചെടുത്തപ്പം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിൽ അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് അടക്കയുടെ ആ ഒരു കുഞ്ഞ് അടക്കയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് അടക്ക ആ ഒരു അടക്കൻ്റെ അതിൻ്റെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ അടക്കയാവാതെ കൊഴിഞ്ഞു പോകുന്നതുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഒരു പൂവിൻ്റെ ഒരു മൊട്ടൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കുറച്ചധികം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ ഒരു കുഞ്ഞ് അടക്ക എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ കുഞ്ഞ് അടക്ക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പഞ്ഞ് പോലെ ഇരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും, ഇങ്ങനെ പൊടിയായിട്ട് പോകും കുറേ കഴിയുന്ന സമയത്ത്. അപ്പോൾ നമുക്കത് ക്രാഫ്റ്റിന് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഉറപ്പിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകും. അപ്പോൾ ഞാൻ അത് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പേർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കളറൊക്കെ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. റെഡ് കളറോ പിന്നെ അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് പിന്നെ യെല്ലോ കളറൊക്കെ നല്ല ഭംഗിയുണ്ടാവും. നമുക്കിതുകൊണ്ട് ഒരു ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മാച്ച് ആവുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് അടക്കൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ അടുത്തുനിന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു പൂവിൻ്റെ ഒരു മൊട്ട് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ബോട്ടിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രേപ്പ് പേപ്പർ റോൾ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ജൂട്ട് തഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പഴയ ഇങ്ങനെ ചാർജറിൻ്റെ ഒക്കെ വയറുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെമ്മിന് പകരം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഈ ക്രേ പേപ്പർ ഫെവിക്കോൾ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ത്രെഡ് പോലെ ആക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനൊന്ന് കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടിടാം. കാരണം നമുക്ക് ഫെവിക്കോൾ ഒന്നും യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ ഇങ്ങനെ ത്രെഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും സ്റ്റെമ്മ് പോലെയൊക്കെ ഇങ്ങനെ ബോട്ടിലാട്ടിനൊക്കെ ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഞാനിവിടെ ഗ്രീൻ കളർ മാത്രമല്ല എല്ലാ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്കത് പെയിൻറ്റ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ വേണമെങ്കിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഒരു ഫ്ലവർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മുമ്പ് സ്റ്റെമ്മ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇതൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞടക്കം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആ ഒരു നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഓരോ സ്റ്റെമ്മിൻ്റെയും ടിപ്പിൽ ഇങ്ങനെ 3 എണ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനും. നമുക്ക് ഒട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും. കാരണം ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഒരു പേർപ്പിൾ കളറായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ സ്റ്റെമ്മിനും ഇതുപോലെ 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി.
അങ്ങനെ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ കുറേ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ തിക്കായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ 3 എണ്ണമായിട്ട് ഒട്ടിച്ചിട്ടുള്ളതിൻ്റെ താഴെയായിട്ട് 2 സൈഡിലായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അങ്ങനെ അതുപോലെ ഞാൻ എല്ലാ സ്റ്റെമ്മിനും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കുറച്ചും കൂടെ അതൊന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 സൈഡിലായിട്ട് ഒട്ടിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു ത്രെഡ് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടു. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ബണ്ടിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ കയ്യിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതില്ലായിരുന്നു. അത് ഞാൻ അല്ലാത്ത പെയിൻറ്റ് ചെയ്യാത്ത ആ ഒരു കുഞ്ഞടക്കം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീടൊന്നിങ്ങനെ ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് ഒരു ലീഫും കൂടെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിസ്തയുടെ ഷെല്ലായിരുന്നു ആദ്യം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് നോക്കിയപ്പോൾ അത്രക്കൊരു ഭംഗിയില്ല. പിന്നീട് ഞാൻ പംകിൻ്റെ സീഡ് വെച്ച് നോക്കി. അതാണെങ്കിൽ അത്രക്കൊരു എടുത്ത് കാണുന്നില്ല, കാരണം കുഞ്ഞ് സീഡാണ്, പിന്നെ കുറച്ചൊരു വലിയൊരു ടൈപ്പ് ഫ്ലവേഴ്സ് അല്ലേ. പിന്നെ ഞാൻ പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ 3 എണ്ണമായിട്ട് വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയല്ല എന്ത് ലീഫ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ കവറൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം, പേപ്പറിൻ്റെതോ അല്ലെങ്കിൽ സ്പോഞ്ച് ഷീറ്റൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു 3 എണ്ണമായിട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ തോന്നി. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ആ ഒരു കുഞ്ഞടക്ക കുറച്ച് പെയിൻറ്റ് ചെയ്യാത്തുണ്ടല്ലോ, അപ്പോൾ അത് പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു സ്റ്റെമ്മിനൊക്കെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഗ്രീൻ കളറല്ലല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്, പല കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു സാപ്പ് ഗ്രീൻ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പിസ്തയുടെ ഷെല്ലുകൊണ്ടുള്ള ലീഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിനും ആ ഒരു കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു കളർ ഇങ്ങനെ കൊടുത്തപ്പോൾ അത്രക്കൊരു അട്രാക്ഷൻ ഇല്ല. ആ ഒരു സ്റ്റെമ്മും ലീഫും ഒക്കെ ഇങ്ങനെ ഒരേ ഒരു കളറായപ്പം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പേൾ ഗ്രീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ലീഫിന് ഇങ്ങനെ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പെയിൽ യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ലീഫിന്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. ആ ഒരു പർപ്പിൾ കളറും വൈറ്റ് കളറിനൊക്കെ കൂടെ ആ ഒരു യെല്ലോ കളർ വന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ സൈഡിലൂടെ ഒരു ലൈന് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബണ്ടിൽസ് പോലെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. താഴെ അങ്ങനെ കുറച്ച് ലീഫും പിന്നെ മേലെ മാത്രം കുറേ ഇങ്ങനെ ഫ്ലവേഴ്സും പോലെ ഇരിക്കുന്ന പോലെ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ അവിടെ ഇങ്ങനെ 1-2 ലീഫും കൂടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പിസ്തയുടെ ഷെല്ലിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കിയപ്പം കൊള്ളാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയും കൂടെ ഞാൻ ഒട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു മേലെയും താഴെ ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ. അപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ലീഫൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ മേലെ ഇരിക്കുന്ന പോലെ, ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരുപാട് ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്ന പോലെയായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു 2 ലീഫ് ഇങ്ങനെ ആ പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ ആ ഒരു ബ്ലാങ്ക്നെസ് ഒക്കെ മാറി നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ വാർണിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കുഞ്ഞ് അടക്കയിലും പിന്നെ ആ ഒരു പിസ്തയുടെ ഷെല്ലിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ ഇത് ഒരിക്കലും ഇങ്ങനെ ചീത്തയായിട്ട് പോകുമൊന്നുമില്ല. പിന്നെ ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് ആ ഒരു വൈറ്റ് ഭാഗത്തോട്ട് ഇങ്ങനെ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് ചെറിയൊരു യെല്ലോയിഷ് കളർ വരും. നമ്മളിത് വുഡ് വാർണിഷ് ആണല്ലോ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പിക്ചർ വാർണിഷ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ആ വാർണിഷൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബോട്ടിലപ്പം ആ ഒരു വാർണിഷൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ, ആ ഒരു വൈറ്റ് കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പിന്നെ ആ ഒരു പർപ്പിൾ കളറും പിന്നെ ആ ഒരു ലൈറ്റ് ഗ്രീനും യെല്ലോ ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു വൈറ്റ് കളർ മാത്രം അടിച്ചതാണെങ്കിൽ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു എഗ്ഷെല്ലൊക്കെ ഒട്ടിച്ച് കൊടുത്തുകൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു ടെക്സ്ചറൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കുഞ്ഞ് അടക്കയാണെങ്കിലും ഒരു കുഞ്ഞ് മുട്ട് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ കുഞ്ഞടക്ക വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതുവരെ ഇങ്ങനെ ആരും ചെയ്തത് കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബണ്ടിൽ പോലെ ആക്കിയിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഒന്നാമത്തെ ആ ഒരു കളറിൻ്റെ കോമ്പിനേഷനും പിന്നെ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ നമ്മൾ എഗ്ഷെല്ലൊക്കെ ഒട്ടിച്ചപ്പോൾ തന്നെ അതിന് കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ആയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. നമ്മൾ നല്ല പുതിയ ഐഡിയ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം. അന്നമോൾ, നന്ദന, പിന്നെ സെപ്റ്റംബർ 18 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡെൻഹ ഷെമി, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രിങ്കിൾസിൻ്റെ ടിന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.